ഫ്രണ്ട്സ്, കല്ലറിക്കൽ ഫൗണ്ടേഷന്റെ ലഹരിമുക്ത ബാല്യം ലഹരിമുക്ത ഭാരതം കളിക്കളമാണ് ലഹരി എന്ന സന്ദേശവുമായി സ്പർശന മാർച്ച് നടത്തി വരുന്ന ഈ ഒരു യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് പ്രിയാനഗറിലാണ്. പ്രിയാനഗർ എന്ന് പറഞ്ഞാൽ നായത്തോട് നെടുമ്പാശ്ശേരി എയർപോർട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. ഫുട്ബോളിനെ ഇത്രയധികം സ്നേഹിക്കുന്ന കഴിഞ്ഞ 50 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് പ്രിയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്. അപ്പൊ ഇവിടുത്തെ കുട്ടികളും ഇവിടുത്തെ എന്താ പറയാ ക്ലബിന്റെ ഭരണാധികാരികളും മാതാപിതാക്കളുമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം, വേൾഡ് കപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഈ കുട്ടികൾ ഇവിടുത്തെ മാതാപിതാക്കൾ ഇവർ എക്സൈറ്റഡ് ആണല്ലോ ചെക്ക് ചെയ്യണ്ടേ? ഹലോ പ്രിയാനഗർ, കാര്യറിയോ? ഇത് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് അമേരിക്ക, കാനഡ, മെക്സിക്കോ 3 രാജ്യങ്ങളാണ്. ആദ്യത്തെ കളി നടക്കുന്നത് മെക്സിക്കോയിലാണ്. വേൾഡ് കപ്പ് തുടങ്ങിയെന്താണെന്ന് അറിയോ കുട്ടികൾക്ക്? 1930 വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഈ 2026 നടക്കാൻ പോകുന്ന വേൾഡ് കപ്പ് 23ാമത്തെ വേൾഡ് കപ്പാണ്. ഇടയ്ക്ക് 2 പ്രാവശ്യം വേൾഡ് കപ്പ് നടന്നില്ല. എന്താണെന്നറിയോ? സെക്കൻഡ് വേൾഡ് വാർ കാരണം. അപ്പൊ 23ാമത്തെ വേൾഡ് കപ്പ് മെക്സിക്കോയിൽ നടക്കാൻ പോകുന്ന വേൾഡ് കപ്പില് നമ്മളുടെ ഈ ഒരു എക്സൈറ്റ്മെന്റ് കേൾക്കണ്ടേ? അപ്പൊ നിങ്ങൾ ശരിക്കും എക്സൈറ്റ്മെന്റ് കാണിക്കോ? ഓക്കെ. അപ്പൊ പ്രിയാനഗർ ഓക്കെ, താങ്ക് യു. എന്റെ പേര് ആൻഡു മാവേലി, അങ്കമാലി സ്വദേശിയാണ്. അങ്കമാലി 19ാം വാർഡിലെ കൗൺസിലറും കൂടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം അർജന്റീനയാണ്. ഞാൻ മറഡോണയുടെ കളി കണ്ടാണ് ആദ്യകാലങ്ങളിൽ ഫുട്ബോളിനെ പ്രേമിച്ചു തുടങ്ങിയത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും മെസ്സിയാണ്. മൂന്നാമത്തെ അടുപ്പിച്ച് 2 വേൾഡ് കപ്പ് നടന്ന ടീമായിരിക്കും അർജന്റീന. 3ാമത്തെ വേൾഡ് കപ്പിലേക്ക് അവരുടെ കാൽവെൽപ്പായിരിക്കും. അതിന് എല്ലാവിധ പിന്തുണയും എന്റെ ഭാഗത്തുണ്ട്. ഓക്കെ. നമ്മുടെ ഈ യാത്ര ലഹരിമുക്ത ബാല്യം ലഹരിമുക്ത ഭാരതം കളിക്കളമാണ് ലഹരി. ഈ ഒരു സന്ദേശത്തെ പറ്റി, ഈ ഒരു മെസ്സേജിനെ പറ്റി സാറിന് എന്താണ് 2 വാക്ക് പറയാനുള്ളത്? ഈ സന്ദേശം ഇന്ത്യ മൊത്തം ഏറ്റെടുക്കേണ്ട സന്ദേശമാണ്. കാരണം ലഹരി ഇന്ന് ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിലും പ്രത്യേകിച്ച് അങ്കമാലി പ്രദേശത്ത് തന്നെ മാറേണ്ട കാലഘട്ടമുണ്ട്. ആ ലഹരി നിന്ന് മോചനം നേടുന്നത് സ്പോർട്സിലൂടെ മാത്രമായിരിക്കും. സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു ലഹരിയാക്കി എടുത്തുകൊണ്ട് മറ്റുള്ള ലഹരിയിൽ നിന്നും മോചനം നേടാനായിട്ടുള്ള ഏറ്റവും മാർഗമാണ് സ്പോർട്സ്. അതിന് ഫുട്ബോള് ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഫുട്ബോൾ ഒരു ആവേശം തന്നെയാണ്. 1 മണിക്കൂർ 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ആവേശം ലോകത്തിലെല്ലായിടത്തും പടർന്നു പിടിച്ച ആ ലഹരി തന്നെയാണ്. ആ ലഹരിയിലേക്ക് ഈ കുട്ടികളെയും നമ്മളെല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകും. പ്രിയമുള്ളവരെ, രാജ്യം ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിങ്ങളെല്ലാവരും ജീവിച്ചു വരുന്നത്. ഈ ജീവിതമാണ് ലഹരി എന്നുള്ള തത്വം ഉൾക്കൊണ്ടുകൊണ്ട് യുവതലമുറയെ നമ്മൾ ഇതുപോലുള്ള സ്പോർട്സ് ഫുട്ബോൾ മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ആരോഗ്യകരമായ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ആണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഒരു രാജ്യത്തെ തകർക്കണമെങ്കിൽ അവരുടെ ആരോഗ്യ വ്യവസ്ഥയും അവരുടെ സമ്പദ് വ്യവസ്ഥയും അവരുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയും തകരാറിലാക്കി കഴിഞ്ഞാൽ ആ രാജ്യം നശിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വിപരീതമായിട്ട് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങൾ നമുക്കെതിരെ ലഹരി എന്ന ആ പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെല്ലാം എതിര് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സ്പോർട്സ് സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ യുവതലമുറയെ വാർത്തെടുക്കാനായിട്ട് നമ്മൾ കാണിക്കുന്ന ഈ ഉത്സാഹമാണ് നമ്മുടെ രാജ്യത്തോടുള്ള ഒരു നീതി എന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ സമയം ആഗ്രഹിക്കുന്നത്. എന്നാലും ഇന്നിവിടെ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഈ യുവ കുട്ടികളെ പ്രിയാനഗർ റെസിഡൻസ് അസോസിയേഷന്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും, അവരെ തയ്യാറാക്കി വിട്ടിട്ടുള്ള അവരുടെ മാതാപിതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നതോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയ ക്ലബിന്റെ എല്ലാ ഭാരവാഹികളോടും പ്രവർത്തകരോടും സ്പോർട്സിന് ഈ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ കോച്ചുകളായിട്ടുള്ള ജാവേദ് സാർ, അതുപോലെ തന്നെ ജോഷി വിധേയത്തിനോടും ഇത് സംപ്രേഷണം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ള നമ്മുടെ സ്റ്റീഫൻ കല്ലറയ്ക്കൽ സാറിനോടുമുള്ള നന്ദിയും കടപ്പാടും പ്രിയാനഗർ റെസിഡൻസിന് വേണ്ടി ഈ സമയം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി. എന്റെ പേര് ജോഷി വിധേയത്തിൽ. കാൽപന്ത് കളിയെ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ലോകകപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആവേശകരമായ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്യാമ്പുകൾ ഞങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആരംഭിച്ചതാണ്. പ്രിയ ക്ലബിലെ അംഗങ്ങളെല്ലാം സ്നേഹത്തോടെ പങ്കുകൊള്ളുന്നു. ഇഷ്ടപ്പെട്ട ഒരു വേൾഡ് കപ്പ് ടീം ഏതാണ്? ബ്രസീൽ.
ഓക്കെ. പേര് ഹൈസ ജാവേദ്. ഞാൻ പഠിക്കുന്ന സ്കൂള് റൊഗാഷൻസ്റ്റ് അക്കാഡമി ദേശം കുന്നംപുറം. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ മെസ്സിയാണ്. അർജന്റീന ടീം. ഓക്കെ. ഫുട്ബോൾ വേൾഡ് കപ്പ് ഒക്കെ കാണാറുണ്ടോ? ചിലത് കാണാറുണ്ട് അല്ലേ? ഓക്കെ. മോള് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് പറഞ്ഞത്? റൊഗാഷൻസ്റ്റ് അക്കാഡമി. എല്ലാം നമുക്ക് ഫുട്ബോളിന്റെ പ്രാധാന്യം ഏറ്റവും കൂടുതലാക്കിയത് വേൾഡ് കപ്പാണ്. വേൾഡ് കപ്പ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു ലഹരി തന്നെയാണ്. കാരണം അത് കാണുക, അത് കൈയടിക്കുക, എല്ലാം ലഹരി തന്നെയാണ്. ഞാൻ അർജന്റീന ടീം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അന്നത്തെ കാലത്ത് മണോണ, ആ കാലൊക്കെ റൊണാൾഡീഞ്ഞോ, അത് കാലഘട്ടം, ഞങ്ങളുടെ കാലഘട്ടം, ചെറുപ്പ കാലഘട്ടം. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മെസ്സിയെ തന്നെയാണ്. വ്യക്തിപരമായിട്ടും മറ്റു പല കാര്യങ്ങളായിട്ടും മെസ്സി എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വമുള്ള ഒരു ഫുട്ബോൾ പ്ലെയറാണ്. കാരണം അയാൾ നല്ല കളിക്കാരൻ മാത്രമല്ല, നല്ല വ്യക്തിത്വം കൂടി വ്യക്തിയാണ്. അതുകൊണ്ട് ഈ ലഹരി വിമുക്ത യാത്ര നമ്മുടെ സ്റ്റീഫൻ കല്ലറയ്ക്ക് സാർ കൊണ്ടുനടക്കുന്ന യാത്രയിൽ ഞങ്ങൾക്ക് കൂടി പ്രാധാന്യം പ്രത്യേകം നന്ദി പറയുന്നു. ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞങ്ങളുടെ ഓർക്കുമെന്ന് അപേക്ഷിക്കുന്നു. അത് മാത്രമല്ല, ഈ വേൾഡ് കപ്പ് എല്ലാവർക്കും ലഹരിയാവട്ടെ, മറ്റ് ലഹരി മാറ്റി നിർത്തിയിട്ട് ഇത് ലഹരിയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. അപ്പോ പ്രിയാനഗർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ കുട്ടികളോടൊപ്പം നടന്ന ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ബന്ധുമിത്രാൾക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു എപ്പിസോഡുമായി എത്തുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി. അതേപോലെ ഇതേപോലെ ഒരു എപ്പിസോഡ് നിങ്ങളുടെ അക്കാഡമിയിൽ, സ്കൂളിൽ, കോളേജിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. അടുത്തൊരു എപ്പിസോഡിൽ എത്തുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.